ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് കിട്ടുന്നത് ഈ ചെറിയ കുട്ടികളുള്ള പാരൻസിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരു മൈ ഫസ്റ്റ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള 10 ചെറിയ പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വന്നത്. ഇതിൽ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അതിലെ ഷേപ്സ്, കളേഴ്സ്, ആനിമൽസ്, ഫ്രൂട്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സാമ്പിളോട് കൂടിയിട്ടും അതിൻ്റെ ചിത്രങ്ങളോട് കൂടിയിട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്രധാനമായിട്ടും കുട്ടികളുടെ വൊക്കാബുലറി കാര്യങ്ങൾ അവരുടെ നല്ല രീതിയിലുള്ള ഇതിനെക്കുറിച്ച് പെട്ടെന്നൊക്കെ മനസ്സിലാക്കാനും നല്ല രീതിയിലുള്ള എക്സാമ്പിളോട് കൂടിയിട്ടാട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ 10 പുസ്തകത്തിൽ ഓരോന്നൊക്കെ നമുക്ക് എടുത്ത് നോക്കാം. ആദ്യം നമുക്ക് ലെറ്റേഴ്സിൻ്റെ നോക്കാം കേട്ടോ. ഓരോ ഇംഗ്ലീഷിലുള്ള ഓരോ ലെറ്റേഴ്സും അതിൻ്റെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും അതിൻ്റെ ഇപ്പോൾ സി ആണെങ്കിൽ അതിന് സി ഫോർ കാറ്റ്, അതേപോലെ ആർ വെച്ചിട്ട് തുടങ്ങുന്ന എൽ വെച്ചിട്ട് ലയൺ, അതിൻ്റെ ചിത്രം അടങ്ങിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബേഡ്സിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതും അതേപോലെ അതിൻ്റെ ചിത്രം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോ ഇപ്പം ഷേപ്സ് ആണെങ്കിലും അതേപോലെ സാൻഡ്വിച്ച് ആണെങ്കിലും ട്രയാങ്കിൾ, എന്താണ് സാൻഡ്വിച്ചിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മുട്ടയുടെ ഫോട്ടോ വന്നിട്ട് അതിൻ്റെ ഷേപ്പ് എന്താണ്, ഓവൽ ഷേപ്പാണ് എന്നൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓരോ പ്രൊഡക്റ്റ് അതിൻ്റെ ഷേപ്പിന് എന്താ പറയുക എന്നൊക്കെ നല്ല രീതിയിൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻവലപ്പിന് റെക്റ്റാങ്കിൾ എന്നൊക്കെ നല്ല രീതിയിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വെജിറ്റബിൾസിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്പേഴ്സ് കൊടുത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതേപോലെ 3 എന്ന് എഴുതിയാൽ 3 ഐസ്ക്രീംസ്. അതുപോലെ ഇപ്പം 8 ആണെങ്കിൽ അത് എന്താണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, അതായത് ഇതിലിപ്പം ഗിറ്റാർ കൊടുക്കുമ്പോൾ 8 എന്നുള്ള നമ്പർ ആണെങ്കിൽ 8 ഗിറ്റാറിൻ്റെ ഫോട്ടോ അതിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ 3 ആണെങ്കിൽ 3 ഐസ്ക്രീമിൻ്റെ ഫോട്ടോസ് അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആവുന്ന രീതിയിലാട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ കളേഴ്സ്, ഒരുപാട് കളേഴ്സിനൊക്കെ ഇപ്പം ഓറഞ്ച് ആണെങ്കിൽ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഫോട്ടോ ഒക്കെ ആദ്യം കൊടുത്തിട്ട് അതിൻ്റെ കളറാണ് ഓറഞ്ച് എന്ന രീതിയിലൊക്കെയാണ്. അതായത് ആ കളറിൻ്റെ ഒരു പ്രൊഡക്റ്റും കൊടുത്തിട്ട് ആ കളറിനെ എന്താണ് ആ കളറും എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബാസ്ക്കറ്റ് ബോൾ കൊടുത്തിട്ട് അതേപോലെ അതിൻ്റെ കളറ്, അതിൻ്റെ ചിത്രം എന്നൊക്കെ നല്ല രീതിയിൽ എക്സാമ്പിൾ നല്ല രീതിയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആവുന്ന സംഭവമാണ് കേട്ടത്. അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഫോട്ടോസ്, അതിന് പറയുന്ന പേര്, അതേപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിൻ്റെ പേര് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ മൊബൈൽ അഡിക്ഷനൊക്കെ ഒരുപാട് കുട്ടികളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അപ്പം ഇവർക്കൊക്കെ ഇത് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ ഫോട്ടോസും ഇതിൽ കൊടുത്തിരുന്ന എക്സാമ്പിളും ഒക്കെ കുട്ടികൾക്ക് വളരെയധികം അട്രാക്റ്റീവ് ആവുന്ന രീതിയിലാണ് കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും കേട്ടോ അത്.